പിതാപുത്ര സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഒന്നാമതായി കൽപ്പനകളുടെ സംവേദനമാണ് സ്നേഹത്തിൻ്റെ സമ്പൂർണത. പിതാവിൻ്റെ കൽപ്പന പുത്രനായ ദൈവം പാലിക്കുന്നു. പുത്രനായ ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ പാലിച്ച് പുത്രനിൽ നിലനിന്നുകൊണ്ട് പിതാവിൽ ആയിരിക്കുക എന്നതാണ് അതിൻ്റെ സമ്പൂർണത. പിതാവിൻ്റെ കൽപ്പന യേശുനാഥൻ പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം യേശുനാഥൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ അത് പിതാവിൻ്റെ കൽപ്പന തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. അതുവഴി പിതാപുത്ര സ്നേഹത്തിൻ്റെ ഉള്ളിൽ അഥവാ ആ ദിവ്യ സ്നേഹത്തിൻ്റെ അനുഭവമായി നാം രൂപപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്ന അതേ സ്നേഹത്താൽ തന്നെയാണ് ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് യേശുനാഥൻ. ഈ കൃപയാൽ എന്നെ അനുഗ്രഹിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടോ അഥവാ സാധ്യമാണോ? ഈ പ്രസ്താവനയുമായി എനിക്ക് വിശ്വാസ ജീവിതത്തിൽ എന്ത് ആഴമാണുള്ളത്? രണ്ടാമതായി നാം പരസ്പരം സ്നേഹിക്കുക എന്നതാണ് ഈ കൽപ്പനയുടെ സമ്പൂർണത. പിതാവും പുത്രനും പരസ്പരം സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നാമും പരസ്പരം സ്നേഹിച്ച് പിതാപുത്ര സ്നേഹത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് പുതിയ കൽപ്പന. യേശുവിനെ പോലെ ആകുക. മറ്റുള്ളവരോടുള്ള എൻ്റെ സ്നേഹം അവർ എങ്ങനെ എന്നോട് പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത്. ഞാൻ നല്ലവനായാലും ചീത്തയായാലും നിസ്സംഗനായാലും യേശു എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. എൻ്റെ പ്രണയത്തിനും ആ ഗുണം ഉണ്ടായിരിക്കണം. അത് വിലയേറിയ പ്രണയമാണ്. ഇതിന് എൻ്റെ ജീവിതം തന്നെ ആവശ്യപ്പെടാം. ഇതാണ് കർത്താവായ യേശുനാഥൻ പ്രദാനം ചെയ്യുന്ന സ്നേഹ തീക്ഷ്ണത. ഈ വിലയേറിയ സ്നേഹം അഥവാ പ്രണയം ഞാൻ കണ്ടാലും ഇല്ലെങ്കിലും സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അവൻ്റെ മരണശേഷം മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. എൻ്റെ സ്നേഹം പാഴായിപ്പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടരുത്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് സ്നേഹം സർവോത്കൃഷ്ടമാണ്. മൂന്നാമതായി ജീവിക്കുവാനുള്ള സമ്പൂർണത. ജീവിക്കുവാനുള്ള എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സ്നേഹം, ഈ പ്രേമം, ഈ ബന്ധം, ഈ ഐക്യവും ആഴവും ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പൂർണത തിരഞ്ഞെടുപ്പാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ ഈ സ്നേഹസത്യത്തിലേക്ക് നാം ആയിരിക്കുകയുള്ളൂ. ഇത് ബോധ്യപ്പെടുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുമുള്ളൂ. 16-ാം വചനം പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന്. സത്യമായുമുള്ള തിരഞ്ഞെടുപ്പ് യേശുനാഥൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നാം ആഴത്തിൽ അറിയുവാൻ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നാമത്തിൽ നാം നടത്തുന്ന സ്നേഹപ്രയത്നങ്ങളാണ്. തിരഞ്ഞെടുപ്പിൻ്റെ സമ്പൂർണതയെന്നോണം കർത്താവ് ഇപ്രകാരം പറയും, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.
ക്രിസ്തു നിന്നെ തിരഞ്ഞെടുത്തു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ യേശുവിൻ്റെ അരികെ നീ ചോദിക്കേണ്ട, നീ ധ്യാനിക്കേണ്ട ഏക ധ്യാനവും ഇതുതന്നെയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ.